ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ പഴയ ഒരു മൺകുടമാണിത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഴയ കുടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാളിലൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന ഒരു പോട്ടിൻ്റെ ലുക്കൊക്കെ വരും. അപ്പോൾ ഇത് വെള്ള കളറായതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ വെക്കുന്നത് ഒരു വൃത്തികേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാനൊന്നും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പം ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ ഞാൻ അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എങ്കിലും വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ബ്ലാക്ക് കളറാണ്. അപ്പം ഈ അക്രിലിക് കളറിന് പകരം നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ബ്രഷ് വെച്ചല്ല പെയിൻറ്റ് ചെയ്യുന്നത്, ഇതുപോലൊരു സ്പഞ്ചിൻ്റെ പീസ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതായിരിക്കും ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. ബ്രഷൊക്കെ ആകുമ്പോൾ ബ്രഷിൻ്റെ ആ ഒരു പാടുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വര പോലെ കിടക്കും. അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വളരെ കുറച്ച് പെയിൻറ്റ് മതി. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഫുള്ള് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണങ്ങിക്കോളും. കാര്യം നമ്മൾ അധികം കട്ടിയിലല്ല ചെയ്യുന്നത്, വളരെ ലൈറ്റായിട്ടാണ് ഈ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്ത ഭാഗങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അങ്ങ് ഡ്രൈ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുൾ സൈഡ് കവർ ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുറച്ച് വലിയ പോട്ടായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല വലിയ പോട്ടാണ്. അപ്പോൾ അതുപോലെ ഫുള്ള് കവർ ചെയ്ത് ചെയ്യുക. അതുപോലെ ഉള്ളിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ ഒരു കുടത്തിൻ്റെ ആ വക്ക് ഭാഗം ഉണ്ടല്ലോ, ആ കഴുത്തിൻ്റെ ഭാഗം, ആ ഭാഗങ്ങളൊക്കെ കാണുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത പാടെ ഏകദേശം ഉണങ്ങിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പെയിൻറ്റൊക്കെ എൻ്റെ പുറത്തൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കഴുകിക്കളയേണ്ടി വരും. അപ്പോൾ ഇതാ ഫുള്ള് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണങ്ങിയതിന് ശേഷമാണ്, നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത്. ഇപ്പം തന്നെ ആ ബ്ലാക്ക് പെയിൻറ്റ് മാത്രം അടിച്ചപ്പോൾ തന്നെ ആ പോട്ടിൻ്റെ ലുക്കൊക്കെ ആകെ മാറി ഒരു വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യണം, ഡിസൈൻ പെയിൻറ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കളർ വെച്ചിട്ടാണ്. അതും അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ഇട്ട് ചെറുതായിട്ടൊന്ന് വരയ്ക്കുവാണ്. നമ്മൾ ചെടികളൊക്കെ വരയ്ക്കില്ലേ, ചെടി ഇങ്ങനെ പടർന്നു പോകുന്ന പോലെ. അപ്പോൾ അതുപോലെയാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അധികം കട്ടി കൂട്ടാതെ വരച്ചു കൊടുക്കുക. അതുപോലെ താഴെ ഭാഗം കുറച്ച് കട്ടിക്കും മുകൾ ഭാഗം കട്ടി കുറച്ചും വേണം ചെടി വരച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫുള്ള് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം കേട്ടോ ഓരോ ചെടിയും വരയ്ക്കാൻ. എല്ലാ ചെടിയും കൂടി ചേർന്നിരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് വരില്ല. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്ന പോലെ താഴ്ഭാഗത്ത് മാത്രം ചെടി വരച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഞാൻ ഒന്നും വരച്ചിട്ടില്ല. അതുപോലെ എല്ലാ ചെടിയും ഒരളവിലല്ല വരച്ചിരിക്കുന്നത്, ചെറുതും വലുതുമാക്കിയാണ് വരച്ചിരിക്കുന്നത്. ഇനി യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചെവിയിലൊക്കെ ഇടുന്ന ബഡ്സ് ഇല്ലേ, അതും കൂടി എടുക്കുക. ഇനി ബഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ബഡ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ ഡോട്ട്സ് വലിയ ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പടർന്ന രീതിയിൽ വേണം ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചെടിയുടെ കുറച്ച് താഴ്ന്നായിട്ട് തുടങ്ങുക. അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ചെറിയ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കില്ലേ നമ്മൾ വഴിവെക്കിലൊക്കെ, അപ്പോൾ അതുപോലത്തെ പൂവാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് പർപ്പിൾ കളർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ. അപ്പം ബ്ലാക്ക് കളറിൽ എടുത്ത് കാണിക്കുന്ന കളേഴ്സ് ഏതെങ്കിലും വേണം നിങ്ങൾ ചെയ്യാൻ. വൈറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെടി പൂക്കൾ, അതായത് മഞ്ഞപ്പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ചെടിയിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഫുള്ള് മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വരയ്ക്കുക. വരയ്ക്കാനൊന്നും അറിയണ്ട, ബഡ്സ് മാത്രം മതി. ജസ്റ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ പോട്ടിലെ എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് താഴെ ഭാഗങ്ങൾ മാത്രമാണ് ഗ്രീനും യെല്ലോയും മാത്രം ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്